ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എഴുന്നേറ്റ്, കുട്ടാപ്പി എഴുന്നേറ്റു, കുഞ്ഞാപ്പി എഴുന്നേറ്റ് കിടക്കുക, ഞാൻ എഴുന്നേറ്റു. എല്ലാവർക്കും സുഖമാണോ? എങ്ങനെ പോകുന്നു ദിവസം? സുഖമാണോ? പിന്നെ കുട്ടാപ്പി എഴുന്നേറ്റ് എന്നോട് വഴക്കുണ്ടാക്കുവാണേ. കുഞ്ഞാപ്പി അങ്ങനെ കിടക്കുക. കുട്ടാപ്പിനോട് ഞാൻ പറഞ്ഞു വഴക്കുണ്ടാക്കാൻ, ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞ് കുഞ്ഞാപ്പിനെ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ എല്ലാവർക്കും. അങ്ങനെ കുട്ടാപ്പി വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ കുഞ്ഞാപ്പിനെ എടുത്തോണ്ട് പോവാം. പുറകാല കുട്ടാപ്പി കസേരയും കൊണ്ട് വഴക്കുണ്ടാക്കുവാണേ. കസേര അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. എന്തൊക്കെ വഴക്കടി ഉണ്ടാക്കുമെന്നറിയോ? പാട്ടോ, പക്ഷെ ഭയങ്കര സ്നേഹമാണ് കുഞ്ഞാപ്പിയോടെ. കുട്ടാപ്പിയും കുഞ്ഞാപ്പിയും നാട്ടോ മക്കളെ പേര് വീട്ടിൽ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ കുഞ്ഞിപ്പാപ്പ പല്ലൊക്കെ തേച്ച് കയറി വരുക. ഇപ്പോൾ പല്ല് തേക്ക് കുട്ടാപ്പിന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ എന്തോ നല്ല രസമില്ലേ വീടിന് മുറ്റം അടിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും രാവിലെ ഉറങ്ങി വരുമ്പോൾ ഒരു മുറ്റം കാണാൻ ഒരു രസമല്ലേ. അങ്ങനെ കുട്ടാപ്പിയെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ചായക്ക് എന്താ കടി എന്താ നോക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് പോയി. അടുക്കളയിൽ ചെന്നപ്പോൾ മമ്മി ദോശ ഉണ്ടാക്കുവാണേ. ദോശ ഉണ്ടാക്കാനേ വലിയ മമ്മി ദോശമാവ് അടച്ചു വെക്കുന്ന അടപ്പം കൊണ്ട് ദോശ ഒഴിച്ച് കഴിഞ്ഞിട്ട് പരത്തി കഴിഞ്ഞിട്ട് അത് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വലിയ മമ്മി പറയുക, അത് ഞാൻ അറിയാതെ അടച്ചു വെച്ചതാന്ന് പറഞ്ഞു. ഒരു അടുപ്പയിൽ കടലക്കറി, ഒരു അടുപ്പയിൽ ദോശ, അങ്ങനെ ചായക്ക് കടി. അപ്പോൾ വലിയ മമ്മി കുഞ്ഞാപ്പിനോട് പറയാ, ഇന്ന് രാവിലെ ദോശയും കടലക്കറിയാ കഴിച്ചേക്കണേന്ന് പറയുവാണേ. അങ്ങനെ ദോശയും കടലക്കറി വലിയ മമ്മി ഉണ്ടാക്കുക. അപ്പോഴേക്കും കുഞ്ഞാപ്പി വലിയ മമ്മിയുടെ അടുത്തേക്ക് ചാടിപ്പോയേ. അപ്പം നമുക്ക് ദോശയും കടലക്കറിയും കഴിക്കണം. നിങ്ങൾക്കിന്ന് വീട്ടിലെന്താ ചായക്ക് കടിയെന്ന് കമൻറ്റ് ചെയ്യണേ. അല്പം പാചകത്തിൽ അണ്ടി അങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ, ഉണക്കാൻ വെച്ചേക്കുന്നതാണ്. അങ്ങനെ കുട്ടാപ്പി പല്ലൊക്കെ തേച്ച് വന്ന് കുട്ടാപ്പിക്ക് ദോശയും കടലക്കറി എടുത്ത് വെച്ചാൽ പാൽ ചായ ഇല്ലേ വലിയ ചോദിച്ചപ്പോൾ പാല് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുട്ടാപ്പിയോട് ഞാൻ പറഞ്ഞു, കുട്ടാപ്പി തന്നെ ദോശ തിന്നണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്തെടുക്കുമോ, അമ്മ എടുക്കുമോ ചോദിച്ചു. അപ്പം പറഞ്ഞു കുഞ്ഞാപ്പിക്ക് ഉറക്കം വരാൻ തുടങ്ങി, കുഞ്ഞാപ്പിനെ ഉറക്കണം, കുഞ്ഞ് തന്നെ തിന്നു പറഞ്ഞ് പാൽ വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കട്ടൻ ചായ കുട്ടാപ്പി തീരെ ഇഷ്ടമില്ല, കാപ്പി മതിയെന്നും പറഞ്ഞു. കാപ്പി ഉണ്ടാക്കാൻ വലിയ മമ്മി നിന്നു. അങ്ങനെ കുട്ടാപ്പി തന്നെ ദോശയും കടലക്കറി ഒഴിച്ച് തിന്നുമായിരുന്നേ. കുഞ്ഞാപ്പിക്ക് ഉറക്കം വരുന്നുണ്ട്. വാഴക്കോട്ടയൊക്കെ വിടാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കുഞ്ഞാപ്പിനെ നമുക്ക് ഉറക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കണ്ടോ വാഴക്കോട്ടയൊക്കെ വിടുന്നു. വലിയമ്മി കയറി വന്നേ. അപ്പോഴും വലിയമ്മയുടെ അടുത്തോട്ട് ചാടിപ്പോയി. വലിയമ്മയുടെ മുടിയൊക്കെ കണ്ടപ്പം എനിക്കും ചിരി വന്നു, വലിയമ്മയ്ക്കും ചിരി വന്നു. ഞങ്ങൾ ആദ്യം അങ്ങ് ചിരിച്ചു. കുഞ്ഞാപ്പി കിടന്നുറങ്ങി. പിന്നെ ഞാൻ കൊണ്ട് ഉറക്കി. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ കിടന്നുറങ്ങും. കുറച്ച് നേരം കിടന്നുറങ്ങും. ഒരു 1.5 മണിക്കൂറേ കിടന്നുറങ്ങത്തുള്ളേ. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പാട്ടോ. AC രാവിലെ ആയതുകൊണ്ട് തണുപ്പ്. അപ്പോൾ ഫാൻ വിട്ട് കുറച്ച് മുടിയാകുമ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങിക്കോളും ആശാൻ. അങ്ങനെ കുഞ്ഞാപ്പിനെ കിടത്തി ഉറക്കി. വലിയ മമ്മി മാറാലയൊക്കെ തട്ടി അടിച്ച് വാരി അടയ്ക്കാനുള്ള പോക്കാണ്. കുട്ടാപ്പി വലിയ പാപ്പിൻ്റെ ഫോൺ പിടിച്ചുകൊണ്ട് പുറത്തോട്ട് നോക്കിയിരിക്കുക. വെയിലും ഒക്കെ ആയിട്ട് നല്ല രസമില്ലേ കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. ഞാൻ ഫോൺ കൊണ്ടിറങ്ങി. കുട്ടാപ്പി വലിയപ്പാപ്പിൻ്റെ ഫോണും പിടിച്ച് ഇറങ്ങാൻ തുടങ്ങുക. ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അവനും വീഡിയോ എടുക്കുന്നു വിചാരിച്ചു. അതാണ് വീട്ടിൽ മുറ്റത്ത് നിറച്ചും പച്ചപ്പാണ്, പൂക്കളും. ഇതൊക്കെ പപ്പ കെട്ടിയ സ്റ്റെപ്പാട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലും ഒക്കെ പാറക്കെട്ടുകളാണ്. വലിയ പാറകളാണ്. അത് പൂക്കളായിട്ടും മാലയായിട്ടും നല്ല രസമാണ്. എന്തുണ്ടോ കപ്പളം ഉണ്ടോ അവിടെ. മറ്റേ വലിയൊരു മരം കണ്ടോ, മരത്ത് നിറച്ചും പൂക്കളുണ്ടാവും. അത് അലസോമയാണ്. അലസോമ നിറച്ചും പൂക്കളായിരിക്കും, മരം പോലെ ആയിരിക്കും.
കാണാൻ നല്ല രസമാണ്. എപ്പോഴും പൂവും ഉണ്ടാകും. കുട്ടാപ്പി വീഡിയോ എടുക്കുവാണ്. ഹലോ ഗായ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അമ്മ വീട്ടിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുട്ടാപ്പിയോട് ഞാൻ പറഞ്ഞു, വലിയപ്പ വരും, വലിയപ്പ ചീത്ത പറയും, ഫോണെടുത്ത് വെക്കുക, താഴെ ചാടാതെ മെല്ലെ നടന്നു പോകുന്ന പറഞ്ഞിട്ട് അമ്മയും വരുമെന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. ആ സൈഡിലൊക്കെ വലിയ പാറയുണ്ട്, കാണാൻ പറ്റുന്നില്ലേ? അവിടെ പൂന്തോട്ടൊക്കെ ആയിട്ടേ എൻ്റെ ആ സൈഡിൽ കാണാൻ പറ്റത്തില്ലേ? അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. വലിയൊരു പാറയുണ്ട് ആ അടുക്കള വശത്ത്, കാണിച്ചു തരാവേ. വലിയ പാറയാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ആടുള്ള സമയത്ത് പുലി വന്ന് നോക്കിയതൊക്കെ ഞാൻ ജനലിൽ കൂടെ കണ്ടായിരുന്നേ. അത് ആടുകളുടെ ചെവിക്കുമായിരുന്നു. അങ്ങനെ പുലിനെയും പിടിക്കുകയും ചെയ്തു. പുലിനെ എല്ലാം ആടിനെ പിടിക്കുകയും ചെയ്തായിരുന്നേ. അതുപോലെ അപ്പോൾ അവിടെ പപ്പായ അവിടെ നമുക്ക് ഷീറ്റുണ്ട് കേട്ടോ. 3 ഷീറ്റ് കിട്ടുന്നത് പോക്കിടുന്ന സ്ഥലം കേട്ടോ. പൂവുണ്ടോ? ഇതൊന്നുമല്ല പൂവ്, നിറച്ചും പൂക്കളുണ്ട്, ചെടിയുണ്ട്. നല്ല രസമാണ് കാണാൻ. ഉച്ചയായി ഞങ്ങൾ പെരുന്നാളായതുകൊണ്ട് തന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി. കുട്ടാപ്പി അണ്ടിപ്പരിപ്പ് തപ്പി എടുക്കുക. പിന്നെ അയലക്കത്തുനിന്ന് നമുക്ക് നെയ്ച്ചോറും ചിക്കനും ഒക്കെ കിട്ടി. അങ്ങനെ അതും കഴിച്ചു. എല്ലാവരും കിടന്നുറങ്ങി. കുഞ്ഞാപ്പിയും കുട്ടാപ്പിയും ഞാനും കുട്ടാപ്പിയും ഇറങ്ങി എണീറ്റ് കാപ്പി കുടിക്കും കേട്ടോ. കാപ്പിയും പഴംപൊരിയും ചെയ്തു. കുട്ടാപ്പി അപ്പോഴേക്ക് എഴുന്നേറ്റു. അതിന് പപ്പായ പുഴയിൽ പോയി കുളിച്ച് കയറി വന്ന് പപ്പായനെ കണ്ടതും കുഞ്ഞാപ്പി ചാടുവാണ്. പപ്പയ്ക്കും സന്തോഷമായി, കുഞ്ഞാപ്പിക്കും സന്തോഷമായി, ചിരിക്കുവാണ്. പപ്പായ പുഴയിൽ കയറി വന്ന് ഇച്ചിരി കഴിയുമ്പോഴേക്കും പപ്പായി കടയിൽ പോകും. 5:30-6 മണിയൊക്കെ പപ്പായി കടയിൽ പോകും. 7 മണി ആകുമ്പോഴേക്കും പപ്പ കടയിൽ നിന്ന് വരിക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ.